area. 우리처럼 mystery. Yeah, yeah. ഹലോ ഹലോ ഷേ റേഞ്ച് ഇല്ലേ? മമ്മയ്ക്കാണെങ്കിൽ ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ വിളിക്കണ്ട, ഞാൻ വല്ലയിടത്തോട്ട് ഇറങ്ങുമ്പോൾ തള്ളക്ക് തുടങ്ങും അങ്ങോട്ട്, ചുമ്മാ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ആണെങ്കിൽ നമുക്ക് റേഞ്ചും ഇല്ല. അയ്യോ അമ്മേ. കൂളിംഗ് ഗ്ലാസ്സിൽ ചെയ്യുന്നുള്ളിയൊക്കെ കണ്ണൊന്നും കാണത്തില്ലേടോ എനിക്ക്. അത് ശരി, നീ ആളില്ലാത്ത സ്ഥലത്ത് ഉടുത്തൊരുങ്ങി കത്താൻ വന്നേക്കുവാ കള്ളി. കൊള്ളി നിന്റെ അമ്മൂമ്മയാണോ കൊള്ള? കോലനിന്റെ അപ്പൂപ്പനാടി. കണ്ടപ്പോളെ തോന്നിയായിരുന്നേ. അയ്യേ മോശം മോശം, ഞാൻ അത്രക്കാരൻ നെഹിഹേ. താൻ എന്തുവാടോ ഈ പറയുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് തന്നെ കണ്ടപ്പോഴൊരു പൊട്ടനാണെന്ന് എനിക്ക് മനസ്സിലായെന്നാ. പൊട്ട നിന്റെ മറ്റവനാടി. മറ്റവനോ? അതിന് ഞാൻ സിംഗിളാ, എനിക്ക് മറ്റവനൊന്നും ഇല്ല. ഓ നീ സിംഗിളാണ്, ഞാനും. പക്ഷേ ഞാൻ ഇങ്ങനത്തെ കള്ളികളൊന്നും നോക്കാറില്ല, ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളെയൊക്കെ നോക്കാറുള്ളൂ. കണ്ടേച്ചാലും മതി ഒരു ചളുക്ക്. നിക്കറും ബനിയനും വിട്ട് ഇറങ്ങിയേക്കോ? എടിയടി, നീ പറഞ്ഞു എങ്ങോട്ടാടി കയറി പോകുന്നത്? എന്റെ ഫാഷനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ. അയ്യേ, നിങ്ങളുടെ നാട്ടിൽ ഇതിന് ഫാഷൻ എന്നാണ് വിളിക്കുന്നത്. കൊള്ളാം, നൈസ്. എടി പൂച്ചാണ്ടിക്ക് കുരുവിയിലുണ്ടായ സാധനമേ. നീ പോടോ മോക്രിക്ക് കോഴി പൊട്ടി മുളച്ച ജന്തു. ഇനി നീ വാ തുറന്നാ ഞാൻ പോലീസിനെ വിളിക്കും. തോനെന്തോന്നാടോ വോയിസ് ചേഞ്ച് ഇട്ട് കളിക്കുന്ന? അയ്യോ ക്രിസ്റ്റീൻ. അയ്യോ അപ്പാപ്പന്റെ പ്രേതം സത്യമായിട്ട് എനിക്കറിയത്തില്ലായിരുന്നു. സോറി അപ്പാപ്പന്റെ പ്രേതം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സോറി, അറിഞ്ഞില്ല, ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു അപ്പാപ്പ. സോറി, എന്നെ വെറുതെ ഇവിടെ ഒന്നും ചെയ്യല്ലേ. അപ്പാപ്പനാ ഞാനാ? പ്രേതമാണെന്ന് കരുതി വായി തോന്നുന്ന എന്നും വിളിച്ചു പറയാന്നുള്ളൊരു ഭാവം മാറ്റി വെച്ചേക്ക്. എന്നെ അപ്പാപ്പന്നൊക്കെ വിളിച്ച എന്റെ സ്വഭാവം മാറുവേ, പറഞ്ഞേക്കാൻ ഞാൻ. പ്രേതമോ? ഞാൻ പ്രേതമൊന്നുമല്ല. പിന്നെ നീ ആരാ? ഇവളേതാടാ? ഇതാരാടി? മാഫിയ അപ്പാപ്പന്റെ പ്രേതം. മാഫിയ അപ്പാപ്പന? നീ എന്തുവാടി പറയുന്നത്? നിനക്ക് എന്നെ കണ്ടിട്ട് അപ്പാപ്പനായിട്ടാണോ തോന്നിയേ? പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന ആളല്ലേ താൻ? ഇതെന്റെ അപ്പന്റെ ബ്രദറാന്നേ. അല്ല, നിങ്ങളേതാ? രണ്ടും കൂടെ കക്കാൻ കയറിയതായിരിക്കോടാ. തോനെ പോ തുറന്നാലുണ്ടല്ലോ, ഇനി എങ്ങനെ ഞങ്ങള് കക്കാൻ വന്നതാന്നെങ്ങനെ വല്ല പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഓ പിന്നെ എന്നാത്തിനാ പിന്നെ അടച്ചിട്ടിരുന്ന ഗേറ്റും ചാടിക്കിടന്ന് ഇങ്ങോട്ട് വന്നേ? ഓ ഈ രണ്ടെണ്ണം ഒന്ന് നിർത്തിക്കേ. ഞങ്ങള് കക്കാനൊന്നും വന്നതല്ല. ഇവിടെ ഇങ്ങനെ ഒരു മാൻഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ അത് കാണാൻ ഒരു കൊതി തോന്നിയ കൊണ്ട് വന്നയാ. എവിടെ മാൻഷൻ ഉണ്ടെന്ന് കേട്ടാലേ രണ്ടും കൂടെ അങ്ങോട്ട് ചാടിക്കോണം. കൊള്ളാലോ. ഇല്ല, ഒരു മാഫിയയുടെ മാൻഷനാന്നറിഞ്ഞപ്പോ ഒരു ആവേശത്തിന്റെ പുറത്ത് വന്നു പോയതാ. രണ്ടും FF ഒക്കെ കാണുന്ന കൂട്ടത്തിലായിരിക്കുമല്ലയോ? താൻ FF കാണുവോ? അഷറേ, ഇത് നമ്മുടെ അമ്മച്ചിമാരുടെ പോലത്തെ അതേ സാധനങ്ങളാന്നാ തോന്നുന്നേ. അല്ല, നിങ്ങള് മാൻഷൻ കാണാൻ തന്നെയല്ലേ വന്നത്? എന്തിനാ ഇത്രയും പെട്ടിയും കൊണ്ട് വന്നേക്കുന്നത്? അത് പിന്നെ കോളേജിലെ ട്രിപ്പാന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ചാടിയേ. എന്റെ കർത്താവേ, എന്തൊക്കെ കാണണം ഞാൻ. അപ്പൊ നിങ്ങൾ ഇവിടെ സ്റ്റേ ആണോ? അയ്യോ, തിരിച്ചു വീട്ടിൽ പോലെ തിരിച്ചു വീട്ടിലോട്ട് ചെന്ന ഇഷ്ടംമാരി കിട്ടും. അതിന് ഞങ്ങൾ ഒരു ശല്യം കൂടാതെ ഇവിടെ ഒരു മൂലക്കിരുന്നോളാം. പ്ലീസ് സമ്മതിക്കൂ, പ്ലീസ്. സമ്മതിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ മാൻഷൻ വൃത്തിയാക്കാൻ ഞങ്ങളുടെ കൂടെ കൂടണം. നീ എന്ത് തേങ്ങയാണോ ഈ പറയുന്നേ? ആരേലും അറിഞ്ഞാലുണ്ടല്ലോ. ആരും അറിയാൻ പോകുന്നില്ല. ഇവിടെ വൃത്തിയാക്കാൻ വരാന്ന് പറഞ്ഞ ഗ്രൂപ്പിന് വേറെ വർക്ക് കിട്ടി, സോ അവര് വരത്തില്ല. നീ എന്തേലും കാണിക്കുമോ? അപ്പൊ സെർവൻസ് എങ്ങനാ ജോലി തുടങ്ങുമല്ലേ? പിന്നെ ഇങ്ങനെ ഞാൻ ഇന്ന്
കള്ള് കിട്ടിയ ആഘാതത്തിൽ നഥാനിയൽ മാൻഷന്റെ ഭിത്തിയിൽ ചെന്നിരിക്കുന്നു. പെട്ടെന്ന് അവിടെ നിന്നൊരു ഡ്രോയർ തുറന്നു വരുന്നു. നഥാനിയലിന് ആ ഡ്രോയറിന്റെ ഉള്ളിൽ നിന്ന് ഒരു പഴയ മെൻസ് പേഴ്സ് ലഭിക്കുന്നു. എടാ ചാത്തിയ വഞ്ചക, ഇങ്ങനെ നീ എന്നോട് കാണിക്കണ്ടായിരുന്നു. ഇതിന് ഉത്തരവാദി നീ. പാവം എന്റെ ചെറുക്കൻ തലി ഇടിച്ച് വീണെന്നാ തോന്നുന്നു. പിന്നെ ഇതിലെ മുന്നേ പിന്നെ ഭയങ്കര വെളിവായിരുന്നല്ലോ, കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ചുമ്മാ ഇരിക്കും. അതൊന്നും അല്ല, അവൻ ആ പേഴ്സിൽ എന്തോ കണ്ടിട്ടാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ. നീ മിണ്ടരുത്. അക്ഷരെ നീ എന്റെ ചങ്കും കറിലും കിഡ്നി അല്ലായിരുന്നോടാ, എന്നിട്ടും നീ ഇങ്ങനെ എന്നോട് കാണിച്ചല്ലോടാ. അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും നിന്നെ ഞാനിത് പ്രതീക്ഷിച്ചില്ല. നീ ഇങ്ങനെ വേണ്ടായിരുന്നടാ, വേണ്ടായിരുന്നു. പുല്ലേ, കുറെ ഉണ്ടാക്കാത്ത കാര്യം എന്തുവാന്ന് പറ. കുറെ നേരെ ഭയം കിടന്നോണ്ട്. എനിക്ക് ഒന്നും പറയാനില്ല, എല്ലാം കാണിച്ചു വെച്ചിട്ട് നിൽക്കുവല്ലേ, പിന്നെ ഞാൻ എന്ത് പറയാനാ? നീ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാനും ഇതൊക്കെ അറിയത്തില്ലായിരുന്നു. ദുഷ്ടേ, എന്തിയേ രണ്ടുപേർക്കും ഇപ്പൊ ഒന്നും പറയാനില്ലേ? ഇത് ഏന്ന് വല്ല പറഞ്ഞോണ്ടല്ലോ രണ്ടെണ്ണത്തിനെ ഞാൻ ഇപ്പൊ തന്നെ കൊണ്ട് കുഴിച്ചും പോകും. എടീ, വള്ളി എന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ വള്ളിയായിരിക്കും നീ വലിച്ചോണ്ട് വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാലും നീ എന്തൊരു ചതിയടി എന്നോട് കാണിച്ചത്. വഞ്ചിക്ക് പൂജ വാക്ക് പോലും നീ എന്നോട് പറഞ്ഞില്ല. രണ്ടു ഒന്ന് നിർത്തുവോ? ഇത് ഏയും അല്ല, ഞങ്ങളും അല്ല. ഇതിലെ പെണ്ണിനെ നിന്നെയും കാണാൻ പിന്നെ ഒരു ബ്രിട്ടീഷ് ചായ ഉള്ളതോ? അത് മമ്മിയുടെ സിസ്റ്ററാ. അവരിവിടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന ടൈമിൽ വന്നയാ. അപ്പൊ നീ ബ്രിട്ടീഷുകാരിയാ? ഒറിജിൻ അവിടാന്നേ ഉള്ളൂ, ഞാൻ ഇന്ത്യനാ. അപ്പൊ മറ്റേത്? It's him, Morris Abraham.